ഹലോ നമസ്കാരം, എല്ലാവർക്കും ഹസാസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ദുബായിലെ ബ്ലൂ വാട്ടർ ഐലൻഡിലാണ്. അപ്പോൾ അതിൻ്റെ JBR, അതായത് ജുമേറ ബീച്ച് റെസിഡൻസ് ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വരാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ DSFൻ്റെ ഭാഗമായിട്ട്, അതായത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഡ്രോൺ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. കൂടാതെ JBRലെ മറ്റ് കാഴ്ചകൾ നമുക്ക് അക്കൂട്ടത്തിൽ കാണാം. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ കാറൊക്കെ ഇട്ട് ലിഫ്റ്റ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കുറേ ഷോപ്സും അതിനൊക്കെ റെസ്റ്റോറൻറ്റും കാണാം. അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് ഏരിയ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഡ്രോൺ ഷോ, അതായത് ഡ്രോൺ ഷോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഡിസംബർ 15 മുതൽ നടക്കുന്നുണ്ട്. 29 ജാനുവരി വരെയാണ് ഇതിവിടെ ഉള്ളത്. അപ്പോൾ ഡെയിലി 2 ഷോയാണ്, രാത്രി 7 മണിക്കും അതുപോലെ 10 മണിക്കും. അപ്പോൾ ഇപ്പോൾ 9 മണിയായിട്ടുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടുത്തെ ഈ JBRലെ മറ്റ് കാഴ്ചകൾ നമുക്ക് കാണാം. ഇതിപ്പോൾ ഇവിടെ ഒരു ലൈവ് പെർഫോമൻസ് ഓപ്പൺ ഏരിയയിൽ നടക്കുകയാണ്. ഇത് DSFൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും നടക്കുന്നൊരു ഷോയാണ്. നമ്മൾ ബീച്ചിൻ്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ന്യൂ അട്രാക്ഷൻ, അതായത് എല്ലാവർക്കും അറിയാം ബ്ലൂ വാട്ടർ ഐലൻഡിൻ്റെ ന്യൂ അട്രാക്ഷനാണ് ഐൻ ദുബായ്. അതായത് ഇത് വേൾഡ് ലാർജസ്റ്റ് ഒബ്സർവേഷൻ വീലാണിത്. ഇത് 2020-ലാണിത് ഓപ്പൺ ആയത്. അപ്പോൾ ഓൾമോസ്റ്റ് 250 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. ഫ്യൂച്ചറിൽ അപ്പോൾ ഐൻ ദുബായിയുടെ വിശേഷങ്ങളും അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഞാനൊരു വീഡിയോയുമായിട്ട് ഫ്യൂച്ചറിൽ വരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് എത്ര ദൂരത്തു നിന്ന് തൽക്കാലം ഒന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കാം. അപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് നൈറ്റ് വ്യൂ, സൂപ്പർ വ്യൂ ആണിത്. നൈറ്റ് ഇവിടെ വന്ന് കാണേണ്ടൊരു കാഴ്ച തന്നെയാണ്. മിറാസ് ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു ഡെവലപ്പറാണ് ദുബായിൽ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ബ്ലൂ വാട്ടേഴ്സ്, JBR അതൊക്കെ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് കടലായിരുന്നു. അപ്പോൾ ഈ കടലിൻ്റെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ടാണ് ഇവർ ഈ ഒരു മാൻമെയ്ഡ് ഐലൻഡ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ദുബായ് എന്ന് പറയുന്നത് ഒരു മോഡേൺ സിറ്റിയാണ്. അപ്പം ദുബായ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഈ ഒരു ഏരിയയിൽ വരണം. അതായത് ദുബായ് മറീന, JBR, പാം ജുമേറ, ബ്ലൂ വാട്ടർ ഐലൻഡ് ഇവിടെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മൾ ദുബായിൽ തന്നെ ആണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ ഏരിയ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈവനിങ് അതുപോലെ നൈറ്റ് വ്യൂ ആണ് സൂപ്പർ. അപ്പോൾ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കിഡ്സിനായിട്ടുള്ള, ഇപ്പോൾ കിഡ്സിനാലും വലിയവർക്കൊക്കെ ആയിട്ട് ഒരു പ്ലേയിങ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെ അവർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പലതരത്തിലുള്ള ഗെയിംസ് നടക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിനും തന്നെ ചാർജബിളാണ് എല്ലാം തന്നെ. അപ്പം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഓരോ ഗെയിമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കണ്ട ഈ കിടക്കുന്ന ടെഡി ബെയർസ്, ഇപ്പോൾ ടെഡി ബെയർസ് അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള എന്താ പറയുന്നത്, ഈ ഒരു പാവകൾ, ഇതെല്ലാം നമുക്ക് ഗിഫ്റ്റായിട്ട് അവർ തരുന്നതാണ്. അപ്പോൾ ഓരോ ടെൻറ്റിലും ഓരോ തരത്തിലുള്ള ഗെയിംസാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ വിജയിക്കുന്നവർക്ക് ആ കിടക്കുന്ന പാവകളാണ് അവർ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം തന്നെ ചാർജബിളാണ്. ഇങ്ങനെ കുറേ അധികം ഗെയിംസ് ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഈ ഐൻ ദുബായ് എന്ന് പറയുന്നൊരു സംഭവം വന്നതോടുകൂടി ദുബായിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഈ ബ്ലൂ വാട്ടേഴ്സ് ഏരിയ അല്ലെങ്കിൽ JBR ഏരിയ എന്ന് പറയുന്നത്. ഒരു ഭയങ്കര തിരക്കും അതുപോലെ തന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ JBRൻ്റെ ഒരു ഏരിയ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10 മണി ആകാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡ്രോൺ ഷോ നടക്കുന്ന ഏരിയയിലേക്ക് വേണം പോകാനായിട്ട്. അപ്പോൾ ഡ്രോൺ ഷോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റീജിയനിലെ ഏറ്റവും ദൈർഘ്യമേറിയ 3D ഡ്രോണുകൾ കൊണ്ടിട്ടുള്ളൊരു ഷോയാണ് ഇപ്പോൾ ഇവർ ഈ ഒരു DSFൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തുന്നത്. അപ്പം ഈ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്കറ്റുകൾ അല്ലെങ്കിൽ റാഫിളുകൾ, ലൈവ് ഷോകൾ, മ്യൂസിക് കൺസേർട്ട് ഇതെല്ലാം ഉൾപ്പെടുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച് കൊണ്ടിട്ടുള്ള ഒരു ഷോയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഓരോ ഷോയ്ക്കും സെപ്പറേറ്റ് തീമുണ്ട്. അതായത് അവർ ഫസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ദുബായിലെത്തുന്ന ഓരോ ടൂറിസ്റ്റ് പേഴ്സണും DSFൻ്റെ 28ാമത്തെ എഡിഷനാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ആ 28ാമത്തെ എഡിഷൻ എൻജോയ് ചെയ്ത് ഇവിടുന്ന് ഈ രാജ്യത്തു നിന്ന് പോകുമ്പോഴുള്ള ഓർമ്മകളുടെ കുറിച്ചിട്ടുള്ളതാണ് ഒരു തീമെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ തീമെന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് ദുബായ്, അതായത് സുസ്ഥിരതയും സസ്റ്റൈനബിലിറ്റി, അതുപോലെ തന്നെ ദുബായ് 2040 ദുബായ്. അത് അപ്പോൾ 2040 കണക്ടിവിറ്റിയാണ് ഈ രണ്ടാമത്തെ ഡ്രോൺ ഷോയിൽ അവർ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു റോബോട്ട് ഫ്യൂച്ചർ, അതായത് ഫ്യൂച്ചറിൽ ഒരു റോബോട്ട് നമ്മുടെ ഫ്യൂച്ചറിൽ എത്രത്തോളം ഒരു റോബോട്ടിന് സാന്നിധ്യമുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു തീമാണ് രണ്ടാമത്തത്. അപ്പോൾ നമുക്കിനി ഡ്രോൺ ഷോയിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ ഏകദേശം അത് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പം നമുക്കിനി ഡ്രോൺ ഷോ കണ്ടിട്ട് തിരികെ വരാം. പിടിച്ചോണേ.
അപ്പോൾ അങ്ങനെ ഡ്രോൺ ഷോ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അധികം നേരമുള്ളൊരു ഡ്രോൺ ഷോ ഞാൻ കാണുന്നത്. ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എക്സ്പോ 2020 ചൈന പവലിയനിലായിരുന്നു ഞാൻ ഡ്രോൺ ഷോ ആദ്യമായിട്ട് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും നല്ലൊരു ഡ്രോൺ ഷോ ഇവിടെയാണ് കാണുന്നത്. അപ്പം പറ്റുന്നവരെല്ലാവരും വന്നതൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ.